ഇന്ത്യ US വ്യാപാര കരാർ ഉടൻ. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ആസൂത്രണം ചെയ്ത നിർണായക ഉഭയകക്ഷി വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കാനും നടപ്പിലാക്കാനും ഇരു രാജ്യങ്ങളും സംയുക്തമായി ശ്രമിക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. US ട്രേഡ് റെപ്രസെന്റേറ്റീവുമായി ഇന്ത്യ നടത്തിയ നിരന്തരമായ ചർച്ചകളുടെ ഫലമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ താരിഫ് നിരക്ക് ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. 1974 US ട്രേഡ് ആക്ടിന്റെ സെക്ഷൻ 301 പ്രകാരം നിർബന്ധിത തൊഴിൽ നിരോധനവുമായി ബന്ധപ്പെട്ട നയങ്ങളും രീതികളും പരിശോധിച്ച് ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അധിക താരിഫ് പ്രഖ്യാപിച്ചിരുന്നു. ആരംഭത്തിൽ ഇന്ത്യക്ക് 12.5% തീരുവ ചുമത്താനായിരുന്നു അമേരിക്ക ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഇടപെടലിനെ തുടർന്ന് അത് 10% കുറച്ചു. ഇന്ത്യൻ കേന്ദ്ര സർക്കാർ വിശദമായ രേഖാമൂലമുള്ള നിവേദനങ്ങളും നേരിട്ടുള്ള ചർച്ചകളും പബ്ലിക് ഹിയറിംഗുകളിലെ പങ്കാളിത്തവും വഴി US അധികൃതരുമായി നിരന്തരം ആശയവിനിമയം നടത്തി വരികയായിരുന്നു. ഇതിന്റെ ഫലമായാണ് അന്തിമ നടപടികളിൽ ഇന്ത്യയെ കുറഞ്ഞ താരിഫ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത്. ഇത് മറ്റു പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് വിപണിയിൽ ഇന്ത്യക്ക് കൂടുതൽ മത്സരക്ഷമത നൽകും. അമേരിക്കൻ നീക്കത്തിന് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 45% ഈ പുതിയ 10% അധിക തീരുവയുടെ പരിധിയിൽ വരില്ല എന്നതാണ്. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ജനറിക് മരുന്നുകൾ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയവയ്ക്ക് ഈ പുതിയ താരിഫ് ബാധകമല്ല. കൂടാതെ സെക്ഷൻ 232 പ്രകാരം നേരത്തെ തന്നെ താരിഫ് നിശ്ചയിച്ചിട്ടുള്ള സ്റ്റീൽ, അലുമിനിയം, ഓട്ടോമൊബൈൽ, അനുബന്ധ ഭാഗങ്ങൾ എന്നിവയും ഈ പുതിയ 10% അധിക താരിഫിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി വരുന്ന 55% കയറ്റുമതിയിൽ മാത്രമേ ഈ 10% അധിക നികുതി ബാധകമാകൂ. ബംഗ്ലാദേശ്, കംബോഡിയ, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അമേരിക്കൻ കോട്ടൺ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾക്ക് നൽകുന്ന പ്രത്യേക ടെക്സ്റ്റൈൽസ് മെക്കാനിസം ഇതുവരെ പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല. ഈ വിഷയത്തിലും ഇന്ത്യ തുടർ ചർച്ചകൾ നടത്തി വരികയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ തുടരുന്ന സമഗ്രമായ ഉഭയകക്ഷി വ്യാപാര കരാറിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് വാണിജ്യ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. അതേസമയം 2014 ആരംഭിച്ച നരേന്ദ്രമോദിയുടെ പ്രീമിയർഷിപ്പിൽ 2016 ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ് ബന്ധം ഗണ്യമായി മെച്ചപ്പെട്ടു. ഇന്ത്യയും US വിപുലവും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു സാംസ്കാരിക, തന്ത്രപരമായ, സൈനിക, സാമ്പത്തിക ബന്ധം പങ്കിടുന്നുണ്ട്. 2017 ഫെബ്രുവരിയിൽ US-ലെ ഇന്ത്യൻ അംബാസഡർ നവതേജ് സർന നാഷണൽ ഗവേണൻസ് അസോസിയേഷൻ ഒരു സ്വീകരണം നൽകി. അതിൽ 25 സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും 3 സംസ്ഥാനങ്ങളിലെ മുതിർന്ന പ്രതിനിധികളും പങ്കെടുത്തു. ഇത്തരമൊരു പരിപാടി നടന്നത് ഇതാദ്യമായിരുന്നു. സമ്മേളനത്തിന്റെ കാരണം വിശദീകരിച്ചുകൊണ്ട് വിർജീനിയ ഗവർണറും NGA ചെയർമാനുമായ മക്ഓലിഫ് പറഞ്ഞത്, ഇന്ത്യയുടെയും US-ഇന്ത്യ ബന്ധങ്ങളുടെയും തന്ത്രപരമായ പ്രാധാന്യം ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നു. നമ്മുടെ 21ാം നൂറ്റാണ്ടിലെ സമ്പദ് വ്യവസ്ഥ വളരുമ്പോൾ നമ്മുടെ സാങ്കേതിക വിദ്യ, മെഡിക്കൽ പ്രൊഫഷണലുകൾ എന്നിവ കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യ വളരെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. US-ന്റെ വളരെ അടുത്ത തന്ത്രപരമായ സഖ്യകക്ഷിയായിരുന്ന ഒരു രാജ്യത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഗവർണർമാരായ ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത് എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.